കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിൽ വീണ്ടും ഇരട്ട വോട്ട്. ചെറുവണ്ണൂർ സ്വദേശി ശോഭി രാജനാണ് 2 വോട്ടർ ഐ ഡി നമ്പറുകളിൽ 2 ബൂത്തുകളിൽ വോട്ടുള്ളത്. ഒരു തിരിച്ചറിയൽ കാർഡ് മാത്രമേ കൈവശമുള്ളൂവെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും 2 വോട്ട് ഉണ്ടായിരുന്നുവെന്നും ശോഭി രാജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 77, 78 എന്നിവിടങ്ങളിലാണ് ശോഭിരാജിന് 2 വോട്ടുകളുള്ളത്. 2 വോട്ടർ ഐ ഡി നമ്പറുകളിലാണ് വോട്ട്. പക്ഷേ ചിത്രവും വിലാസവും ഒന്ന് തന്നെ. 77 നമ്പർ ബൂത്തിൽ പേര് ശോഭിരാജനെന്നും 78-ൽ ശോഭിരാജ് എന്നുമാണ് പേര്. ഞാനൊരു വോട്ടേ ചെയ്യലുള്ളൂ. 2 ബൂത്തിലാണ് ഒരു വോട്ടേ ചെയ്യലുള്ളൂ. 2 വോട്ട് ലിസ്റ്റിലുണ്ടോ? ലിസ്റ്റിൽ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഉണ്ടായിന്. പ്രശ്നം എനിക്കറിയില്ല. അത് തിരുത്താൻ കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ഡിലീറ്റ് ആക്കാൻ കൊടുക്കുകയല്ലേ ചെയ്തായിരുന്നു ഒഴിവാക്കാൻ? അത് പാർട്ടിക്കാർ കൊടുക്കാറിനി എനിക്കറിയില്ല. ഞാനിത് തിരുത്താൻ കൊടുക്കാം. പരാതി നൽകുമെന്ന് കോൺഗ്രസ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്നതായിട്ടാണ് പോളിംഗ് ഏജന്റുമാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അന്ന് ഇവർ ഇത് മുൻകൂട്ടി അവസാന സമയത്ത് മനസ്സിലാക്കിയ സമയത്ത് നോട്ട് ചെയ്തു. ഒരു പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്തപ്പോൾ തന്നെ അടുത്ത പോളിംഗ് സ്റ്റേഷനിൽ വേറെ അറിയിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള പോളിംഗ് ഏജന്റുമാർ വിജിലൻ്റായി അവരെ തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. ഇതിപ്പോൾ മറ്റൊരു സ്ഥലത്താണ് ഇതേപോലുള്ള വോട്ടെങ്കിൽ നമുക്കറിയില്ലായിരുന്നു. ഇതിപ്പോൾ തൊട്ടടുത്തുള്ള ബൂത്തുകളായതുകൊണ്ട് നമുക്കറിയാൻ സാധിച്ചത്. ഇപ്പം ഒരു പക്ഷേ നമ്മുടെ ഈ ചെറുവണ്ണൂർ വില്ലേജ് അല്ല, ഇനിയിപ്പം വേറെ അപ്പുറത്ത് ഫറൂഖ് വില്ലേജിൽ പോയാൽ പോലും നമുക്ക് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ലായിരുന്നു. ശോഭിരാജിന്റെ പേരിൽ 2 വോട്ടർ ഐ ഡി നമ്പറുകൾ എങ്ങനെ വന്നു എന്നതും ദുരൂഹമാണ്. ബേപ്പൂരിലെ തന്നെ മറ്റൊരു വോട്ടർക്ക് 3 വോട്ടുകളും 3 വോട്ടർ ഐ ഡി കാർഡുകളും ലഭിച്ചെന്ന റിപ്പോർട്ടർ TV വാർത്തയ്ക്ക് പിന്നാലെ സംസ്ഥാന വ്യാപകമായി വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ പരിശോധനയിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന സന്ദേശമാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.